കോടതി മുറിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ എം കെ ഷിജു അരുൺകുമാറിനൊപ്പം തയ്യാറാണ്. ഷിജു, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറൊപ്പം ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരോൺ വധക്കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചത്, തൂക്കുകയറാണ് വിധിച്ചത്. 3-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷം തടവും കൂടി കോടതി വിധിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ന്യൂസ് ഒന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. പറയൂ ഷിജോ, അതിന്റെ വിശദാംശം പറയൂ. നിഷാദ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 586 പേജുള്ള വിധിന്യായം വാദിച്ച ജഡ്ജി AM ബഷീർ ഒരു തരത്തിലും ഗ്രീഷ്മയ്ക്ക് ഇളവുകൾ നൽകാതെ ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയും 50-ന് 2 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 307 വധശ്രമത്തിനുള്ള കുറ്റം പോലീസ് ചുമത്തിയിട്ടില്ലെങ്കിൽ പോലും വധശിക്ഷ നൽകാതിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് അർഹമായത് വധശിക്ഷ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു. പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യത്തെ പോലും, അല്ലെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ പോലും അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു ന്യായവുമില്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്, തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തി നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് മാത്രമാണുള്ളത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. 586 പേജുള്ള നൽകുന്നത്. കേരളത്തെ നടുക്കിയ നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ, പരമാവധി ശിക്ഷ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവ്, അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് 5 വർഷം തടവ്, 50,000 രൂപ പിഴയും അതോടൊപ്പം ചേർക്കുന്നു. 2 ലക്ഷം രൂപ ഈ ശിക്ഷയിൽ ആകെ അവർ ഒടുക്കണം. പോലീസ് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കലിന് 2 വർഷം തടവ്, 3-ാം പ്രതി ആയ അമ്മാവന് തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവ്. നിർവികാരമായി വിധി കേൾക്കുന്നു ഗ്രീഷ്മ എന്നതാണ്. അവർ ഏതെങ്കിലും നിരക്കുള്ള ഭാവവ്യത്യാസമില്ലാതെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ എല്ലാവരെയും ആഗ്രഹം പോലെ തന്നെ തൂക്കുകയർ തന്നെയാണ് അവൾക്ക് കിട്ടിയത്. അങ്ങനെ തന്നെ കിട്ടണമെന്നാണ് പറയാനുള്ളത്. കാരണം ഒരു ചെറുപ്പക്കാരനെ വിഷം കൊടുത്തിട്ട് 11 ദിവസത്തോളമാണ് ഷാരോൺ ഹോസ്പിറ്റലിൽ കിടന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെയാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പോഴും അവളങ്ങനെ ചെയ്യുന്നു വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അവളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ, അവളെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതൊക്കെ അവളുടെ കൊടുത്തു വന്നത് അവളുടെ അമ്മയും അമ്മാവനും അതിന് കൂട്ടുനിന്നു. അമ്മയെ വെറുതെ വിട്ടു, പക്ഷേ അമ്മാവന് 3 വർഷമാണ് ശിക്ഷ വിധിച്ചത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഈ ഒരു ശിക്ഷ വിധിച്ചതിൽ. അവളെ പ്രതീക്ഷിച്ചത് ജീവപര്യന്തം കിട്ടി. ഇപ്പോൾ 24 വയസ്സല്ലേ, അപ്പോൾ ഒരു 10-38 വയസ്സൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി അതിനുശേഷം ജീവിച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും കോടതി വകവെച്ചില്ല, പ്രായപരിധിയൊന്നും വകവെച്ചില്ല. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കേസായിട്ടാണ് കോടതി ഇത് എടുത്തത്. അപ്പോൾ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് കിട്ടിയത്. അവൾ കോടതി മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ശിക്ഷയായിട്ടാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുള്ളത്. പോകലിനും 10 വർഷം ശിക്ഷയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മാവന് 3 വർഷം തടവ് അനുവദിച്ചപ്പോൾ ഷാരോൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴായിരിക്കും ഒരു സമാധാനമായിട്ടുണ്ടാവുക. കാരണം അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് വിധി പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. കാരണം അവർ 2022 നടന്ന സംഭവമാണ് ഇതിപ്പോൾ 2025 ജനുവരി 1, അതായത് പുതുവർഷമായിട്ട് അത്രയല്ല ആയുള്ളൂ. അപ്പോൾ തന്നെ വിധി വന്നതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടാവും. ഷാരോണിനും ഇപ്പോൾ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവും. അവൾക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഗ്രീഷ്മ വിചാരിച്ചത് ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം കിട്ടുള്ളൂ. കാരണം എനിക്ക് ചെറിയ പ്രായമല്ലേ ഉള്ളൂ, അപ്പോൾ ജീവപര്യന്തം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർത്തോളാം എന്നായിരുന്നു ഗ്രീഷ്മ പറഞ്ഞത്. പക്ഷേ അതൊന്നും കോടതി അതൊന്നും വകവെച്ചില്ല. ഞാൻ എൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം കേസന്വേഷണത്തിന് മുമ്പ് തെളിവെടുപ്പിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടന്നായിരുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചത് എൻ്റെ പ്രായപരിധി പരിഗണിച്ചിട്ടും, പിന്നെ ഞാൻ നല്ലോണം പഠിക്കുന്ന ആ കുട്ടിയാണല്ലോ, അപ്പോൾ എനിക്ക് അതൊക്കെ പരിഗണന തന്ന് എന്നെ എന്ത് തന്നെയായാലും വിട്ടയക്കുന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിക്ഷ കിട്ടിയത്. വളരെ സന്തോഷം. അങ്ങനെ ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഷാരോണിൻ്റെ അമ്മ പറയുന്ന ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
മെഡിക്കൽ കോളേജ് ഇത് കിട്ടി. എന്റെ പൊന്നുമോന് നീതി കിട്ടി. ഒരുപാട് സംതൃപ്തരാണ്. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വധശിക്ഷ തന്നെ അവർക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്. ഷാരോണിന്റെ അമ്മ പറഞ്ഞ വേണ്ടി ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. കാരണം അവർ പറയുന്നത് ഇപ്പോഴാണ് നീതി കിട്ടിയത്, ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നിട്ടാണ് അവർക്ക് നീതി കിട്ടിയതെന്നാണ് പറഞ്ഞത്. കറക്റ്റ്, അവർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നാണ് അവർക്ക് ശരിക്കും പറഞ്ഞ അതിനുള്ള നീതി കിട്ടിയത്. കാരണം അവൻ്റെ ആത്മാവിനും ഇപ്പോൾ ശാന്തി കിട്ടിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.